അതെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആഷറിന് കുറച്ച് ബീഫും പോർക്കും ഒക്കെ കൊടുത്തു വിടണമെന്ന്. ദാ നമ്മൾ ആദ്യം ബീഫ് ചെയ്യാൻ പോവാണേ. നമ്മൾ ചട്ടി വെച്ചു, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, പച്ചമുളക്. തേങ്ങാക്കൊത്തിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ തേങ്ങയ്ക്ക് പകരം ഉള്ളതെല്ലാം മീറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ആകെ 5 കിലോയെ കൊടുത്തു വിടാൻ പറ്റുള്ളൂ, അപ്പം തൂക്കം കൂടത്തില്ലേ. എനിക്കാണെങ്കിൽ 1 കിലോ ബീഫ്, 1 കിലോ പോർക്ക്, പിന്നെ കുറച്ച് മാങ്ങായും ക്യാരറ്റൂടെ അച്ചാറിട്ടത്, പിന്നെ ഷെയ്ക്കിൻ്റെ പൊടി, പിന്നെ അവൻ്റെ ഒരു ഷൂസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടേണ്ടിയത് കാരണം ഒരു പാക്കറ്റ് പാലപ്പത്തിൻ്റെ ഇൻസ്റ്റൻറ്റ് പൊടി. അപ്പം എല്ലാം കൂടെ പെട്ടെന്ന് തൂക്കി കഴിയുമ്പോൾ കൂടുതലാണെങ്കിലേ, അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും ഇട്ടില്ല, കൂടുതൽ സവാള, ഉള്ളിയൊന്നും ഇട്ടില്ല. പക്ഷേ ആദ്യമേ തന്നെ ഞാൻ ഇങ്ങനെ ഇട്ട് വേവിക്കാറില്ല. കൊടുത്തു വിടുമ്പോൾ സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടി, ഉപ്പും ശക്കലം മുളക് പൊടിയും കൂടി ഇട്ട് ചീറ്റിക്കുക ചെയ്യുന്നത്. ഒരു ശക്കല ഒരു നുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ ഇട്ട് പെരിഞ്ചീരവും കൂടി ഇട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കൊച്ചുള്ളി, കറിവേപ്പില എല്ലാം കൂടെ, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ വഴറ്റി ഫ്രൈ ആക്കി എടുക്കുക ചെയ്യാറുള്ളത്. പക്ഷേങ്കിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആഷറിന് അതൊക്കെ അസൗകര്യമില്ലേ, എല്ലാം മേടിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അല്ല, ഇത് വെളുത്തുള്ളി ചതച്ചതാണ്, ഇഞ്ചി ഞാൻ അരിഞ്ഞിട്ടായിരുന്നു. അപ്പം അങ്ങനെ ആഷറിൻ്റെ അസൗകര്യത്തെ കണക്കിലെടുത്ത് നമ്മളെല്ലാം കൂടെ ഇട്ടങ്ങ് വഴറ്റി കുക്കറിൽ ചീറ്റിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കാനായിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നു. ആദ്യം ഉരുളിക്കകത്ത് ബീഫ് ചെയ്തു, പിന്നെ അതിന് ശേഷം അത് കുക്കറിലോട്ടാക്കി കഴിഞ്ഞിട്ട് ഇതേ ഉരുളിക്കകത്ത് നമ്മൾ പോർക്കും ചെയ്തു. ഇതേ രീതിയിൽ തന്നെ ചെയ്തു, ഇതുപോലെ തന്നെ ചെയ്തു കേട്ടോ. കാണിക്കാം.
അപ്പോൾ ഇതാ നമ്മളുടെ ആഷർ മോന് കൊടുത്തു വിടാനുള്ള ബീഫ് ഫ്രൈ ഇതാ പാനിട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുക. നല്ലതായിട്ടൊന്ന് തണുക്കുമ്പോൾ സിപ്പ് ബാഗിലെടുത്ത് ഫ്രീസ് ചെയ്യണം. ഇന്നൊരു ദിവസമേ ഫ്രീസറിൽ വെക്കാനൊക്കെയുള്ളൂ. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ ഞാനും ആരണം പോവും. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ ചെല്ലുമല്ലോ. 2-2.5 മണിക്കൂർ മതി കൊട്ടാരക്കര. അപ്പോൾ ഞങ്ങൾ ചെന്ന ഉടനെ അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫ്രീസറിൽ വെക്കും. വൈകിട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അത്രേ പറ്റുള്ളൂ. ഇത് പന്നി കണ്ടോ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം, ഒട്ടും എണ്ണയില്ലാതെ, അല്ലെങ്കിലാണ് കേടാവുന്നത്. സാധാരണ ഞാൻ കൊടുത്തു വിടാനുള്ളതിനകത്ത് മല്ലി ചേർക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചേർത്ത്. അവിടെ ചെന്ന് കൊച്ചിന് അതിനൊന്നും സമയമില്ല. അപ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതാ ഇത് ബീഫ്, ഇത് പോർക്ക് കണ്ടോ ഫ്രീസ് ആകട്ടെ നല്ലതായിട്ട്.